ശിവേട്ടാ, ശിവേട്ടാ, എന്താ മോള് കരയുന്ന കേട്ടില്ലേ? അവളൊന്ന് എടുക്കണേ. കൊച്ചല്ലേ, കുറച്ചേരം കരയട്ടെ. നിങ്ങൾ അവിടെ വെറുതെ ഇരിക്കുവല്ലേ? എന്റെ കൈ ഒഴിയാത്തോണ്ടല്ലേ ഞാൻ പറയുന്നേ. ഒന്ന് എടുക്ക ശിവേട്ടാ. ഇത് വലിയ ശല്യമായല്ലോ. ഇത് വലിയ ശല്യമായല്ലോ. ഹലോ മാഡം. എന്തായി? കുഞ്ഞെന്ത് പറയുന്നു? ഈ വൃത്തികെട്ട കൊച്ചു കരച്ചിൽ നിർത്തുന്നില്ല മാഡം. കരച്ചിൽ തുടങ്ങിയ പിന്നെ കരച്ചിലോട് കരച്ചില. കരയട്ടെ, കരഞ്ഞ് തൊണ്ട പൊട്ടട്ടെ. അതൊന്ന് നേരിട്ട് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഒരു സംഗീതത്തിനും തരാൻ കഴിയാത്തത്ര ആനന്ദം ആ കരച്ചിൽ കേട്ട് എനിക്ക് കിട്ടുന്നുള്ളത് ഉറപ്പാ. വല്ലാത്തൊരു കുരുക്കില്ല മാഡം എന്നെ കൊണ്ടിട്ടത്. ഞാൻ മാഡത്തിനെ വിളിക്കാം. ഇതിന്റെ കാറിൽ നിർത്താൻ പറ്റും നോക്കട്ടെ. ഓ ഇങ്ങോട്ടാ നാശം. നിങ്ങൾ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ സ്നേഹപ്രകടനം. അറിയാലോ എവിടെയൊക്കെ പോയി നേർച്ച ഇട്ടിട്ട് കിട്ടിയതാന്ന്. നമ്മുടെ കണ്ണീര് കണ്ടിട്ട് ഈശ്വരൻ തന്നതാ ഒന്നിനെ. അത് നിങ്ങൾ മറക്കരുത്. നീ എനിക്ക് ക്ലാസ് എടുക്കാൻ നിൽക്കാതെ അതിന്റെ കാര്യത്തിൽ നിർത്താൻ നോക്ക്. ഇത് കേൾക്കുമ്പോ ദേഷ്യം പറഞ്ഞിരിക്കും. അകത്തേക്ക് വാ. എന്ത് കോലാ മോളെ ഇത്? നിന്റെ അവസ്ഥ ഏട്ടത്തിക്ക് മനസ്സിലാവും. എന്നുവെച്ച് നീ ഇത്രയ്ക്ക് തളർന്നു പോകേണ്ട കാര്യമുണ്ടോ? എനിക്കറിയില്ല ഏട്ടത്തി, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഏട്ടത്തിക്ക് എന്നെ ഏതെങ്കിലും രീതിയിലൊന്ന് സഹായിക്കാൻ പറ്റുമോ? ഏടത്തി ഉണ്ട് നിന്റെ കൂടെ. നിന്നെ ഇങ്ങനെ കാണുന്നത് ഏടത്തിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനെല്ലാം കാരണക്കാരി ആ അർച്ചനയാ. അവളിപ്പോ സന്തോഷിക്കുന്നുണ്ടാവും. നിനക്കൊരു കാര്യം അറിയോ? അർച്ചനെ ആതിരെ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അനക്കെ ഇഷ്ടമല്ലാത്ത കാലത്ത് അർച്ചന അവളുടെ വിവാഹം മുടക്കി. ഇപ്പൊ നിന്നെ ഇഷ്ടമല്ലാത്തോണ്ട് നിന്റെ. ഈ കുടുംബത്തിലേക്ക് ഇനി പുറത്തുനിന്ന് ആരും വരാൻ അവള് സമ്മതിക്കില്ല. എല്ലാരെയും മണിയടിച്ച് വെച്ചിട്ടുണ്ട് അവള്. ബാക്കിയുള്ളവരൊക്കെ പാവായതുകൊണ്ട് അവള് പറയുന്നത് എല്ലാം അങ്ങ് വിശ്വസിക്കും. എന്നെ അതിന് കിട്ടില്ല. മോളെ അതിന് കിട്ടരുത്. സ്നേഹം നടിച്ചും ചിരിച്ചു കാണിച്ചും കഴുത്തറക്കുന്നവളാ അർച്ചന. നീ അതറിയാൻ വൈകിപ്പോയെന്നേ ഉള്ളൂ. ഇനിയെങ്കിലും ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് വേണം നീ ജീവിക്കാൻ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തിയല്ല. എനിക്ക് ഏട്ടത്തി ഒരു സഹായം ചെയ്യൂ. മോൾക്ക് എന്ത് സഹായം വേണേലും ഏട്ടത്തി ചെയ്യും. നീ പറ. എനിക്ക് ധനുഷിനെ ഒന്ന് കാണണം. അവനോട് കുറച്ചു നേരം സംസാരിക്കണം. അവനും എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്.
അവന്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞതാ ഞാനിത്. അവന് പറയാനുള്ളതെല്ലാം എനിക്ക് കേൾക്കണം. ഓഹോ, ഞാനറിയാതെ അവൻ അകത്ത് കിടന്ന് ഓരോന്ന് ഒപ്പിക്കുകയാണല്ലേ. ഏട്ടത്തിക്ക് എന്നെ ഒന്ന് സഹായിക്കാവോ? ആ മോളെ, അത് ഏട്ടത്തി പറഞ്ഞാൽ നീ കേൾക്കണം. ഈ അവസ്ഥയിൽ നീ അവനെ കാണാൻ പോവാതിരിക്കുന്ന നല്ലത്. അത് വീണ്ടും നിന്നെ തകർക്കേ ഉള്ളൂ. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതാ നല്ലത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അവനെ അത്രയ്ക്കിഷ്ടമാണോ? നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്കൊരിക്കലും അവനെ മറക്കാൻ പറ്റില്ല ഏട്ടത്തി. ഞാൻ അത്രയും അവനെ സ്നേഹിച്ചു പോയി. എന്റെ ഇതെന്ന് കരുതി ഞാൻ സ്നേഹിച്ചതല്ലേ, വിശ്വസിച്ചതല്ലേ. എങ്ങനെയാ എനിക്ക് മറക്കാൻ പറ്റുന്നേ? അവനോടൊപ്പമുള്ള നല്ലൊരു ജീവിതം, അത് സ്വപ്നം കണ്ടല്ലേ ഞാൻ ജീവിച്ചത്. എങ്ങനെയുള്ളവനായാലും അവന് ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് മായുന്നില്ല അവനും അവന്റെ ഓർമ്മകളും. ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടച്ച അവന്റെ മുഖം മുന്നില്. എനിക്ക് ഉറപ്പാ, ഇങ്ങനെ പോയ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മരിക്കാൻ പേടിയായോണ്ടാ. അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചേനെ. എനിക്കറിയാം നീ ഏത് അവസ്ഥയിലാണുള്ളതെന്ന്. അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാൾ കൺമുന്നിൽ നഷ്ടപ്പെട്ടു എന്ന് വരുമ്പോ ഹൃദയം നുറങ്ങിപ്പോവും നമ്മുടെ. ചില സമയങ്ങളിലെങ്കിലും നിസ്സഹായരായി പോവും നമ്മള്. അവനെ നമുക്ക് കിട്ടാൻ എന്തു വഴി സ്വീകരിച്ചു എന്നിരിക്കും. അതാ ഈ പ്രേമത്തിന്റെ ഒരു കുഴപ്പം. അത് ആദ്യത്തേത് കൂടിയാണെങ്കിൽ വേദന വളരെ കൂടുതലുമായിരിക്കും. അതാ മോൾക്കിപ്പോ ഈ അവസ്ഥ വന്നത്. ഒന്നുറങ്ങാൻ, ശാന്തമായിട്ടൊന്നിരിക്കാൻ ഓർമ്മകൾ നമ്മളെ സമ്മതിക്കില്ല. അപ്പൊ അതുമായി പൊരുത്തപ്പെടാൻ പല വഴികളും നമ്മൾ തിരഞ്ഞെടുക്കും. അതില് നല്ലതും മോശമൊന്നും നോക്കാതിരുന്നാൽ മാത്രം മതി. ഇപ്പോ നിനക്കാവശ്യം എന്റെ സാന്ത്വന വാക്കുകളൊന്നും അല്ല. ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് സമാധാനം ആവുകയില്ല. പക്ഷേ ഏടത്തേക്ക് നിന്നെ അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. പ്രേമത്തിന്റെ കാര്യത്തിലല്ലെങ്കിലും ഇത്തരം അവസ്ഥയിലാവുമ്പോഴൊക്കെ ഏടത്തെ അഭയം പ്രാപിക്കുന്നത് ഇതിലാ. അപ്പോഴൊക്കെ മറ്റാർക്കും തരാൻ കഴിയാത്തൊരു സമാധാനം ഇതെനിക്ക് തന്നിട്ടുണ്ട്. ഒന്നും ആലോചിക്കാതെ എല്ലാം മറന്നുറങ്ങാൻ നിന്നെ ഇത് സഹായിക്കും. ഏത് ഭ്രാന്തും മാറ്റുന്ന ഔഷധാ മോളേത്. നിന്റെ ഈ അവസ്ഥ മറികടക്കാൻ ഇത് നിന്നെ സഹായിക്കും. ഒരിക്കലും നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ നിന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുള്ള ഉറപ്പ് എടുത്തി തരാം. നീ റൂമിലേക്ക് ചെല്ല്, എന്നിട്ട് ആലോചിക്ക.
ഇതില്ലാതെ നിന്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നിനക്കാവോ ഇല്ലയോ എന്ന്. അപ്പോഴും നിന്നെ ധനുഷിന്റെ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിനക്കിവിടെ വരാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ നിനക്കിതെടുക്കാം. നീ ചെല്ല. ഇതിലിപ്പോ ഏതൊക്കെ എടുക്കാം സജ്ജേട്ടാ? തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ. ആ കൊള്ളാല്ലേ സജ്ജേട്ടാ? സൂപ്പർ. അതെന്തിനാ രണ്ടെണ്ണം? രണ്ടും ഒരുപോലത്തെ അല്ലേ? ഇത് നമ്മുടെ മോക്കും ഇത് ശിവരാമേട്ടന്റെ മോക്കും. നമ്മുടെ മോളും ആ മോളും ഒരു ദിവസം ജനിച്ചത്. ഇതുപോലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ ശിവരാമേന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. നമ്മുടെ മോൾ ഇതൊക്കെ വെച്ച് കളിക്കുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന് വിഷമമായിന്ന് വരും. അതുകൊണ്ട് ആ മോൾക്കും നമുക്കിവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. ആയിക്കോട്ടെ. അതുകൊണ്ട് ഇനിയല്ല രണ്ടെണ്ണം എടുത്തോ. സജ്ജേട്ടാ വാ തുറക്ക്. ആ എന്തിനാ മോളെ നീ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നത്? നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാ പോരെ? മുറിയിലിരുന്നിട്ട് ബോറടിക്കാച്ചാ. ആ കുഞ്ഞിനെയും നിന്നെയും നോക്കാൻ ജോലിക്ക് ആരെങ്കിലും ഏർപ്പാട് ചെയ്യട്ടെ? വേണ്ടച്ചാ, എന്റെയും കുഞ്ഞിന്റെ കാര്യം അച്ചുചേച്ചി നല്ലപോലെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനായിട്ട് ഇനി വേറെ ആരും വേണമെന്നില്ല. ഓ ഓ ഓ
സച്ചിക്കും അർച്ചനയ്ക്കും കുഞ്ഞുണ്ടാകാൻ താമസിക്കുന്നതുകൊണ്ട് അർച്ചന മോൾക്ക് കുഞ്ഞുങ്ങളോട് വലിയ ഇഷ്ടമായിരിക്കും. ആ ഇഷ്ടം കൊണ്ടാ നിങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവും വരാതെ നോക്കുന്നത്. എന്തുവാടാ? ഇതാരാ? ആവണി മോളോ? അമ്മേ, വരൂ വരൂ, ഇരിക്കും. ഇതാരാ നോക്കി? ചക്രവാവേ, അമ്മമ്മയുടെ മുത്താണോ ഇത്? ചക്രമണി മോളെ, എന്നെ സുഖാണോ? എന്താടി? അവണിമോക്ക് ഒരേ നിർബന്ധം, കുഞ്ഞിനെ കാണണമെന്ന്. ആണോ? അങ്ങനെ അവളെയും കൂട്ടി വന്നതാ. ഈ പറഞ്ഞത് ചുമ്മാ ചെയ്തു കേട്ടാ. അവിടെ മോള് ഒരു തവണ പറഞ്ഞു നിർബന്ധമേ ഇതാ ഇവിടെ മാഷിനായിരുന്നു. ഇങ്ങോട്ട് വരാനും കുഞ്ഞിനെ കാണാനും ഒരു കാരണം നോക്കിയിരിക്കുക മാഷ്. ഇങ്ങോട്ട് വരാൻ എന്തിനാ കാരണമൊക്കെ? എപ്പോ വേണമെങ്കിലും വന്നൂടെ? അച്ഛു കുട്ടിയെ എന്നെ പോലെ തന്നെ കുഞ്ഞിന്റെ അവകാശമുള്ളവരാ മാഷും കമലയൊക്കെ. ആ അവകാശം ഒരു കാരണവശാലും ഞങ്ങൾ ആരും നിഷേധിക്കില്ല. ആണോ? അറിയാം, എങ്കിലും ഒരു അതിന്റെ ആവശ്യമില്ലെന്നാ ഞാനിപ്പോ പറഞ്ഞത്. അയ്യോ ആവണി, എന്തടാ? നിനക്കല്ലേ ആദരാന്റിയുടെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞത്? ദാ വന്ന് നോക്ക്. ഹായ് ചക്കരി. നോക്കില്ലേ? എന്താടാ എന്റെ കയ്യിലേക്ക് തന്നെ? അയ്യോ ഈശോടാ, നീ എടുക്കാറൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടെ വളരട്ടെ എന്നിട്ട് എടുക്കാവേ. ഈ മോള് കുറച്ചുകൂടി വളർന്ന എനിക്ക് എടുക്കാൻ പറ്റില്ല. ആ ബെസ്റ്റ്. മോള് വലുതാവുന്ന കാര്യമല്ല പറഞ്ഞത്, നീ വലുതാവുന്ന കാര്യം. ആ ബെസ്റ്റ്. അയ്യോ, അവിടെ മോള് വിഷമിക്കണ്ട. അമ്മേ, അവളുടെ കയ്യിലേക്ക് കൊടുക്ക. അയ്യോ എടി, താച്ചമ്മേ. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ പോയിരിക്കും. കേറിയിരിക്കും. ഓ പതുക്കെ നോക്കിക്കോണേ. തലയുടെ ഉടക്കെ വെച്ചു. എടി കുഞ്ഞിപ്പെണ്ണെ, നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ നിന്റെ ആവണി ചേച്ചിയാ. അയ്യോ ചേച്ചിയെ പോലെ മോളും മിടിക്കാവണം കേട്ടോ. അയ്യോ, ഇത്രയ്ക്കും മിടുക്ക് വേണോ? പിന്നല്ലാതെ ആവണി മോളുടെ മിടുക്ക് എന്തായാലും വേണം. ഇവിടെ പിടിച്ച മോളെ കുഞ്ഞാവേ. സച്ചിയും സന്ദീപും അർച്ചനയും ഒക്കെ എവിടാ മോളെ? സന്ദീപും മോളിലുണ്ട്. ചേച്ചിയും സച്ചേട്ടനും പുറത്തു പോയെന്നാ തോന്നുന്നു. ആ, സച്ചി അർച്ചനയും കുഞ്ഞിനെന്തോ വാങ്ങണമെന്ന് പറഞ്ഞു പോയി. ആ സച്ചേട്ടാ, കുഞ്ഞിന് വേണ്ടതെല്ലാം നമ്മൾ വാങ്ങിയല്ലോ അല്ലേ? പിന്നെ വാങ്ങാതെ? ഒരു 5 വയസ്സ് വരെ മോക്ക് കളിക്കാനുള്ളതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അവക്ക് ഒന്നിനൊരു കുറവും നെല്ലിശ്ശേരി ഉണ്ടാവരുത്. അത് സന്ദീപ് മാതിരി ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാനും താനും വേണം ശ്രദ്ധിക്കാൻ. കുഞ്ഞ് അവരുടേതാണെങ്കിലും നമ്മുടെ കുഞ്ഞായിട്ട് വേണം നമുക്കതിനെ വളർത്താൻ. സച്ചേട്ടാ, കാറൊന്ന് നിർത്തി. ഞാനൊന്ന് അമ്പലത്തിന്റെ നടയും തൊഴുതിട്ട് വരാം. എടോ, അമ്പലത്തിലേക്ക് നമുക്ക് വൈകിട്ട് വന്നാ പോരെ? അല്ല സച്ചേട്ടാ, എനിക്ക് വലിയൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞിട്ട് ഞാൻ ദാ വരുന്നു. ഈശ്വര, ഞാൻ കുറേ നാളുകളായി ഒരേ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിൽ കൈകൂപ്പുന്നത്. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഞങ്ങൾ ഒരു കുഞ്ഞിനെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ സച്ചേട്ടൻ.
സച്ചേന്റെ കുഴപ്പം കൊണ്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാവാൻ വൈകുന്നതെന്ന് സച്ചേൻ അറിയുന്നതിന് മുൻപ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നീ തരണം. ട്രീറ്റ്മെന്റ് നല്ലപോലെ നടക്കാൻ നീ സഹായിക്കണം. ഞങ്ങൾക്കിടയിലേക്കൊരു കുഞ്ഞ് വരണമെന്ന് സച്ചേൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.